സുധാകരൻ അമ്പലപ്പുഴയിൽ സ്വതന്ത്രനായി മത്സരിക്കുന്നു. നമ്മൾ കുറച്ച് ദിവസമായിട്ട് അതിന്റെ പിന്നാലെയാണ് മീഡിയാസ് എല്ലാം. അപ്പം ഈ കോൺഗ്രസ്സുകാർ അവർക്കൊരു സ്ഥാനാർത്ഥിയെ പോലും മുന്നോട്ട് വെക്കാതെ അവര് സുധാകരന് പിന്തുണയും കൊടുത്ത് ഒപ്പം നിൽക്കുന്നുണ്ട്. ഇതിനിടയിൽ സുധാകരനും വെള്ളാപ്പള്ളിയും തമ്മിൽ ഒരു കൂടിക്കാഴ്ചയൊക്കെ നടത്തി. ഈ രീതിയിൽ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ നമുക്ക് ഈ സുധാകരന്റെ സാധ്യത, അതായത് തെരഞ്ഞെടുപ്പില് സുധാകരന്റെ സാധ്യതയെ നമുക്ക് എങ്ങനെ കാണാൻ പറ്റും? എന്തെങ്കിലും പ്രതീക്ഷ സുധാകരന് വെക്കാൻ പറ്റുമോ, അതോ അടപടലം പൊട്ടുമോ? ഇത് സുധാകരനെ സംബന്ധിച്ചിടത്തോളം ജി സുധാകരൻ എന്ന് പറയുന്ന ഒരു നേതാവ്, ശക്തനായ നേതാവ് തന്നെയായിരുന്നു, അതിനകത്ത് യാതൊരു സംശയമില്ല. എന്നാൽ ഈ ഒരു വിഷയം ഉണ്ടായതിനു ശേഷം സുധാകരൻ എന്ന് പറയുന്ന ജി സുധാകരൻ എന്ന് പറയുന്ന നേതാവിന്റെ ഒരു ഇതുവരെ ഉണ്ടായിരുന്ന ഒരു വിലയുണ്ടല്ലോ, ഇമേജ്, അത് നേരെ താഴേക്ക് ഇടിഞ്ഞുപോയി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. കാരണം സഹാക്കന്മാർക്കിടയിലൊക്കെ മുതിർന്ന നേതാവ് എന്നുള്ള ഒരു വലിയ പ്രാധാന്യം ജി സുധാകരൻ ഈ തൊട്ടു മുമ്പ് വരെ, അതായത് അധികാരക്കൊതിയില്ലാത്ത, പാർട്ടി പറയുന്ന എന്ത് കാര്യവും ചെയ്യാൻ സന്നദ്ധനായി നിൽക്കുന്ന, പാർട്ടി ഏൽപ്പിക്കുന്ന ഏത് ചുമതലയും ഉത്തരവാദിത്വത്തോട് നിറവേറ്റുന്ന ഒരു തികഞ്ഞ ഒരു കമ്മ്യൂണിസ്റ്റ് ആദർശവാദി, ആ വാക്ക് നമ്മൾ ഉപയോഗിക്കേണ്ടി വരും എന്ന് തന്നെയാണ് ഇവിടുത്തെ ആലപ്പുഴ ജില്ലയിലുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാ കോൺഗ്രസ് CPM കരുതിയിരുന്നത്. എന്നാൽ പിന്നീടാണ് അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കുന്നത്. നമുക്കറിയാവുന്ന പോലെ തന്നെ പാർട്ടി അദ്ദേഹത്തെ ഒരു ചുമതല ഏൽപ്പിക്കുന്നു. ചുമതല ഏൽപ്പിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അവിടെ ജില്ലാ കമ്മിറ്റിയിൽ സ്ഥിരം ക്ഷണിതാവാക്കി മാറ്റുന്നു. അത് പിന്നെ മറ്റൊരു നേതാവിന് കൊടുത്തൊന്നുമല്ല. അതിനോടൊപ്പം തന്നെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ അദ്ദേഹത്തിന് സ്വതന്ത്രമായി സഞ്ചരിക്കാനും വായിക്കാനും പഠിക്കാനും എഴുതാനും ഒക്കെ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് സ്വന്തമായി ഒരു ഓഫീസ് റൂം സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് ആ ഓഫീസ് റൂമിൽ വന്നിരിക്കാം, ഏത് സമയത്ത് വേണമെങ്കിലും. അത് സ്വതന്ത്രമായി നടക്കുന്ന ഒന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള ഈ രണ്ട് ഉത്തരവാദിത്തങ്ങൾ, അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു ഉത്തരവാദിത്തം, സ്ഥിരം ക്ഷണിതാവ്, അദ്ദേഹം എത്ര കമ്മിറ്റികളിൽ വന്നിട്ടുണ്ട് സ്ഥിരം ക്ഷണിതാവായിട്ട്? അങ്ങനെ അദ്ദേഹം കമ്മിറ്റികളിൽ പങ്കെടുത്തിട്ടില്ല. രേഖാമൂലം ഇദ്ദേഹത്തിനെ അതിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് അറിയിച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അദ്ദേഹം ആ അംഗത്വം പുതുക്കിയിട്ടില്ല എന്ന് പറയുന്നു. അംഗത്വം പുതുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഈ അംഗത്വം പുതുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ ഫോം ഫില്ല് ചെയ്തിട്ട് വേണം അംഗത്വം പുതുക്കാൻ. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ഫോമുമായിട്ട് അവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറി അദ്ദേഹത്തിന്റെ വീട്ടിൽ നേരിട്ട് കൊണ്ട് കൊടുത്തിരുന്നതാണ്. ആലോചിച്ച് നോക്കുക, അദ്ദേഹത്തിന് പാർട്ടി അല്ലെങ്കിൽ അവിടുത്തെ അമ്പലപ്പുഴയിലെ നേതാക്കന്മാര് എത്രത്തോളം പ്രാധാന്യം അദ്ദേഹത്തിന് കൊടുത്തിരുന്നു എന്നുള്ളതിന്റെയാണ്. അപ്പം അവിടെ കൊണ്ട് കൊടുത്തിട്ട് അദ്ദേഹം ഫോം പൂരിപ്പിച്ച് കൊടുത്തില്ല എന്നുള്ളത് മാത്രമല്ല, അദ്ദേഹം അംഗത്വം പുതുക്കുന്നില്ല എന്നുള്ള കാര്യം ജനങ്ങൾ അറിയുന്നത്, അല്ലെങ്കിൽ പാർട്ടി പോലും അറിയുന്നത് മാധ്യമങ്ങൾ പറയുമ്പോഴാണ്. അതായത് അദ്ദേഹം മാധ്യമങ്ങളോട് ഇക്കാര്യങ്ങൾ, ഞാൻ CPM-ന്റെ അംഗമായി തുടരില്ല, CPM-ന്റെ അംഗത്വം എനിക്ക് വേണ്ട, നിലവിലുള്ള അംഗത്വം പുതുക്കുന്നില്ല, തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം മാധ്യമങ്ങളുമായിട്ട് ഷെയർ ചെയ്തതിനു ശേഷം മാത്രമാണ് അവിടുത്തെ പാർട്ടി സഹാക്കന്മാർ അറിയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു നേതാവാണ് ജി സുധാകരൻ. അപ്പം പാർട്ടിയോട് സംസാരിക്കേണ്ട കാര്യങ്ങൾ പാർട്ടിയോടാണ് സംസാരിക്കേണ്ടത്. അല്ലാതെ പൊതുമധ്യത്തിൽ അതിനിട്ട് വലിച്ചഴിച്ചതിന് ശേഷം പിന്നീട് കൊണ്ടുവന്നിട്ട് സംസാരിച്ചിട്ട് കാര്യമൊന്നുമില്ല. എന്തുകൊണ്ടാണ് പാർട്ടി അംഗത്വം പുതുക്കായിരുന്നത്? അദ്ദേഹത്തിന് അർഹിക്കുന്ന പ്രാധാന്യം കൊടുക്കുന്നില്ലെന്നാണ് പറയുന്നത്. പിന്നെ ആ പുന്നപ്ര വയലാറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവരുടെ ദീപശിഖ പ്രയാണമുണ്ട്. അതിന്റെ ഒരു വാരാചരണത്തിന്റെ ഭാഗമായിട്ട് അത് ദീപം കൊളുത്തിക്കൊണ്ടിരുന്നത് VS അച്യുതാനന്ദനായിരുന്നു. അതിനുശേഷം അതിന്റെ ഉത്തരവാദിത്വം നൽകിയിരിക്കുന്നത് ജി സുധാകരൻ സഖാവിനാണ്. അപ്പൊ ഇത്രയും പ്രാധാന്യമാണ് അതായത് സഖാവ് VS-ന് കിട്ടിയ അതേ പ്രാധാന്യത്തോടു കൂടി തന്നെയാണ് ജി സുധാകരനെ കണ്ടത് എന്നുള്ളതല്ലേ നമ്മൾ ആലപ്പുഴയിലെ പാർട്ടിക്കാർ കണ്ടത്. അങ്ങനെയാണെന്നല്ലേ മനസ്സിലാക്കേണ്ടത്. കാര്യം അത്രയും പ്രാധാന്യമുള്ള ഒന്ന് അദ്ദേഹത്തിന് കൈമാറുന്നു. ഇദ്ദേഹം ഈ അടുത്ത സമയത്ത് അദ്ദേഹം ഈ സ്വതന്ത്ര സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോട് ഒപ്പം വന്നത്, പണ്ട് അദ്ദേഹം പറഞ്ഞിരുന്നത് ഭുവനേശ്വർ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ സഹോദരനെ KSU കിരാതന്മാർ കൊന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് രക്തസാക്ഷിയായ സമയത്ത്. ഇപ്പൊ എന്താ പറയുന്നത്? നായർ ഗുണ്ടകൾ എന്നാക്കി മാറ്റി. ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിലും അദ്ദേഹത്തിന്റെ ഏറെക്കാലത്തെ പ്രവർത്തനങ്ങളിൽ നിന്നും അദ്ദേഹം വ്യതിചലിച്ചു തുടങ്ങി എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ്. എന്നിട്ട് ആ കൊന്നുകളഞ്ഞ പന്തളം NSS കോളേജ് 70-കളിലാണ് ആ സംഭവം നടക്കുന്നത്. അപ്പോൾ അതിനെ തുടർന്ന് അദ്ദേഹം ഏകദേശം ഈ പറഞ്ഞ ഭുവനേശ്വർ എന്ന് പറയുന്ന രക്തസാക്ഷി, എനിക്ക് തോന്നുന്നു കുറച്ചു കാലം 5 ദിവസമോ 6 ദിവസമോ മറ്റോ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം മരിക്കുന്നത്. ഇത് താഴെ ഇടിച്ചു, തലയ്ക്ക് നല്ല ക്ഷതമേറ്റു. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അങ്ങനെ പാർട്ടിയുടെ രക്തസാക്ഷിയായി മാറിയ ഒരാളാണ്. KSU-കാര് കൊന്നതാണ് അദ്ദേഹത്തെ പന്തളം NSS കോളേജിൽ വെച്ചിട്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇപ്പോ ആ പാർട്ടിയോട് അല്ലെങ്കിൽ ആ ഒരു നേതൃത്വത്തോട് സാഷ്ടാംഗം വീഴുന്ന ഒരു സമീപനം ഇത് ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അറിയില്ല എന്ന് പറയാനേ പറ്റൂ. ഇല്ല എന്ന് പറയേണ്ടി വരും. കാരണം ഇതുവരെ ആരും അങ്ങനെ കോൺഗ്രസിന്റെ മുന്നിൽ പോയി അടിയറവ് പറഞ്ഞിട്ടില്ല. എന്നാൽ ഇപ്പം CC മുകുന്ദൻ അടക്കമുള്ള ചില എക്സ്പയർ ആയിട്ടുള്ള ചില ആൾക്കാർ ഇപ്പൊ പോയിട്ടുണ്ട് ഇവിടേക്ക്, BJP-യിലേക്ക്. ഇപ്പൊ അത് CC മുകുന്ദൻ CPI-യുടെ നേതാവാണ്, മുതിർന്ന നേതാവായിരുന്നു. അദ്ദേഹം ഈ പറയുന്ന MLA ആയിരുന്നു.
അദ്ദേഹം പോയിട്ട് നാട്ടികയിൽ നിന്ന് അദ്ദേഹം പിന്നെ മാറിയിട്ട് നേരെ പോയി അദ്ദേഹം BJP അംഗത്വം എടുത്തതാ ഇപ്പോ അധിക സമയം ആയിട്ടില്ല. അപ്പൊ അങ്ങനെ പാർട്ടിയിൽ ചെറിയ ചേഞ്ചസുകൾ ഉണ്ടാകുന്ന സ്വാഭാവികമാണ്. ഇപ്പൊ നോക്ക്, കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന സഖാവ് പയ്യന്നൂരുകാരൻ, അദ്ദേഹം പിന്നെ എന്നിട്ട് വേറൊരു രാഷ്ട്രീയത്തിലേക്കല്ല പോയി, അതായത് അവിടെ വിമതൻ എന്നുള്ള നിലയിലേക്ക് സ്വതന്ത്രനായിട്ട് പയ്യന്നൂരിൽ മത്സരിക്കാൻ തീരുമാനിക്കുന്നു. ഇങ്ങനെ കുറച്ചു പേരുണ്ട്. അപ്പം ഇവര് പാർട്ടിയോട് പറയേണ്ട കാര്യങ്ങൾ പാർട്ടിയിൽ പറഞ്ഞ് ചർച്ച ചെയ്ത് പരിഹാരം കാണാതെ, അല്ലെങ്കിൽ സ്വന്തം ഇഷ്ടത്തിനും താല്പര്യത്തിനും വേണ്ടിയിട്ട് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയെ അല്ലെങ്കിൽ അംഗത്വം എടുക്കുന്നവരായി മാറി. ഇപ്പം ഐഷ പോറ്റിയെ കണ്ടിട്ടായിരിക്കും ഈ ജി സുധാകരൻ അങ്ങനെ ചിന്തിച്ചു തുടങ്ങിയത്. അപ്പൊ ഇങ്ങനെ തന്നെയല്ല, ഈ ജി സുധാകരൻ ഒരു ഘട്ടത്തില് ഓമനക്കുട്ടൻ സഖാവുണ്ട് ആലപ്പുഴയില്. ഓമനക്കുട്ടൻ സഖാവ് എവിടെ അരിയോ മറ്റോ ഇങ്ങനെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് കൊണ്ടുവന്ന സമയത്ത് അവിടേക്ക് ഓട്ടോക്കൂലി കൊടുക്കാൻ സഖാവിന്റെ ഈ പൈസയില്ല. അപ്പൊ ആരൊക്കെയോ ചില പിന്നെ ഈ ദോഷൈക ദൃക്കുകൾ പറഞ്ഞു അവിടെ പണപ്പിരിവ്, ഓമനക്കുട്ടൻ സഖാവ് ഒന്ന് പണപ്പിരിവ് നടത്തുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി അവിടെ എത്തിയ ജി സുധാകരൻ എന്ന് പറയുന്ന ആള് ഓമനക്കുട്ടൻ സഖാവിനെ എടുത്ത് കണക്കിന് പരിഹസിച്ചു, കണക്കിന് ചീത്ത വിളിച്ചു എന്ന് പറയുന്നതാവും ശരി. അങ്ങനെ ഇതൊരു CPM-ന്റെ ഇതല്ല ഇങ്ങനെ പണം പിരിച്ചു കൊടുക്കുക എന്നുള്ളത്. അപ്പൊ അവര് തന്നെ പറഞ്ഞു, അയ്യോ അങ്ങനെയല്ല, ഇവിടെ കൊണ്ടുവന്നപ്പോ പൈസ തികയാത്തതുകൊണ്ട് ആ പൈസ കൊടുത്തതാണ്, അല്ലാതെ പണപ്പിരിവ് നിർബന്ധിതമല്ല എന്നുള്ള നിലയ്ക്ക് ഓമനക്കുട്ടൻ സഖാവിനെ പിന്തുണച്ചുകൊണ്ട് അവിടെയുള്ള ഈ അന്തേവാസികളടക്കം, അതായത് ഈ ആ ക്യാമ്പില് താമസിക്കുക സ്ത്രീകളടക്കം പറഞ്ഞു. എന്നിട്ടും ഓമനക്കുട്ടൻ സഖാവിനെ ക്രൂശിച്ച ഒരു മനുഷ്യനാണ് ഈ പറയുന്ന ജി സുധാകരൻ. ഇപ്പം ഇവിടെ ആലപ്പുഴയ്ക്ക് അടുത്തല്ല, അങ്ങോട്ട് ഹരിപ്പാടിനടുത്ത് രാമപുരം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ ഒരാൾ അദ്ദേഹത്തിന് അനുഭവക്കുറിപ്പ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ബിപിൻ സി ബാബു എന്ന് പറഞ്ഞിട്ട് നേരത്തെ BJP-യിലേക്ക് ചാടിപ്പോയ ഒരു നേതാവുണ്ട്. അദ്ദേഹം പിന്നെ മുതുകുളം ബ്ലോക്കിലൊക്കെ ഇരുന്ന ഒരാളാണ്. അപ്പം ഈ ബിപിൻ സി ബാബുവിനെയും ജി സുധാകരനും ഒരുമിച്ച് നിൽക്കുന്ന ഒരു ചിത്രം പോസ്റ്റ് ചെയ്തിട്ടാണ് അദ്ദേഹം. രാമപുരം എന്ന് പറയുന്ന ഒരു ക്ഷേത്രമുണ്ട് ഇതിനടുത്ത്. ഈ രാമപുരം ക്ഷേത്രത്തിനോട് ചേർന്നിട്ട് അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇറങ്ങുന്ന ഒരു റോഡുണ്ട്. അവിടെ ഇത്തിരി ഹൈറ്റ് കൂടുതലാണ്. അപ്പൊ അതിന്റെ പൊക്കം കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് PWD-യുമായി അദ്ദേഹം ബന്ധപ്പെട്ടിരുന്നു. അപ്പൊ അങ്ങനെ ആ ബന്ധപ്പെടൽ കഴിഞ്ഞു. ഇത് കഴിഞ്ഞപ്പോഴേക്ക് ജി സുധാകരൻ ഇവിടെ വന്നു നിന്ന സമയത്ത് അദ്ദേഹം അതിനെ വളരെ ഹാർഷായിട്ടാണ് ആ പരാതി കൊണ്ട് കൊടുത്ത ആളോട് പെരുമാറിയത്. വളരെ മോശമായി പെരുമാറി. ഇതൊക്കെ ഇവിടെ ഇങ്ങനെ കൊണ്ട് തന്നെ എന്നിട്ട് ആ പരാതി വലിച്ചീറി കളഞ്ഞു നിവേദനം. ഹൈറ്റ് കുറയ്ക്കുന്നത് അന്നേരം പറഞ്ഞത് എന്റെ കോഴി. അപ്പൊ അവിടെ നിന്നൊരു സഖാവ് തന്നെയാണ് അവിടെ നിന്ന്. അപ്പൊ ആ സഖാവ് പറഞ്ഞത് ഇത് എന്റെ കുടുംബത്തിലേക്കുള്ള വഴിയൊന്നുമല്ല, ഇതൊരു പൊതുവഴിയാണ്, പൊതു റോഡാണ്, ആ റോഡിലേക്കുള്ള ഹൈറ്റ് കുറയ്ക്കുന്ന കാര്യമാണ് സംസാരിച്ചതെന്ന് പറഞ്ഞു. അപ്പൊ ഈ പറച്ചിൽ അങ്ങോട്ട് അന്ന് KH ബാബുജാൻ തുടങ്ങി ഒരുപാട് അവിടുത്തെ പ്രാദേശിക നേതാക്കന്മാരെല്ലാം ഉണ്ടായിരുന്നു. അപ്പം ഇവരെല്ലാം കൂടി അങ്ങനെ ഇതിന്റെ ഒരു ഒത്തുതീർപ്പിലേക്ക് എത്തി. ഒടുവിലാണ് പിന്നീട് അദ്ദേഹം PWD-കാരെല്ലാം വിളിച്ച കാര്യം ഇത് സഖാവാണെന്നും അയാൾ തിരിച്ച് പ്രതികരിക്കുക, അതായത് മാടമ്പിത്തരവും ധാർഷ്ട്യവും കലർന്ന ഒരു ഭാഷ അദ്ദേഹം ഉപയോഗിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തി തന്നെയാണ് ജി സുധാകരൻ. ഒരിക്കലും സുധാകരൻ എന്ന് പറയുന്ന ഒരു വ്യക്തി എന്തുകൊണ്ട് ജി സുധാകരനായിട്ട് ഇത്രയും കാലം പിടിച്ചിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാർട്ടി ഉണ്ടായിട്ടാണ്. CPM എന്ന് പറയുന്ന ഒരു പാർട്ടി ശക്തമായ പിൻബലം കൊടുത്തുകൊണ്ട് ഉണ്ടായിട്ടാണ്. CPM എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ അധികാരത്തിന് വേണ്ടിയാണ് മത്സരിക്കുന്നത്, എനിക്ക് അധികാരത്തിന് വേണ്ടിയാണ് നിലനിൽക്കുന്നത്, അല്ല പ്രവർത്തിക്കാൻ വേണ്ടിയാണ് പലരും നിൽക്കുന്നത്. അധികാരമോഹം ഉള്ളവരാണ് പുറത്തു പോകുന്നത്. അതെ, അധികാരമോഹം എവിടെ കിട്ടും, അധികാരം എവിടെ കിട്ടുമോ അങ്ങോട്ട് പോകുന്നു. ഇപ്പൊ തന്നെ ഇത് മൂലം എന്തുണ്ടായി, അവിടുത്തെ എനിക്കൊന്ന് ജോബോ എന്ന് പറയുന്ന KJ ജോബോ എന്ന് പറയുന്ന അവിടുത്തെ ആലപ്പുഴയിലെ തന്നെയുള്ള പിന്നെ DCC ജനറൽ സെക്രട്ടറി പിന്നെ KPCC ജനറൽ സെക്രട്ടറി രാജി കൊടുത്തു. അദ്ദേഹം BJP-യിലേക്കാണ് പോകാൻ പോണത്. നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ നിന്ന് അപ്പൊ ഇതാ പറയുന്നത്, BJP-യെ വളർത്താൻ വേണ്ടിയിട്ട് ഇവിടെ കോൺഗ്രസ്സുകാര് ഫാം നടത്തുകയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കും. BJP-യിലേക്ക് കുറച്ച് പേര് ഇപ്പം കൊടുക്കുന്നു. ഇപ്പൊ എനിക്ക് തോന്നുന്നു ബാബു ദിവാകരൻ, അടൂർ നഗരസഭാ ചെയർമാനായിട്ട് ബാബു ദിവാകരൻ, അദ്ദേഹം ഇപ്പം ഇവിടേക്ക് പോയി 2020-ലേക്ക് പോകുന്നു. നമ്മൾ നോക്കേണ്ടത് പലയിടങ്ങളിൽ നിന്നും ഇങ്ങനെയുള്ള കൊഴിഞ്ഞുപോക്ക് നടക്കുന്നു. ഇവിടെ എന്തുകൊണ്ടാണ് ഇദ്ദേഹം പോയത്? ഈ ആലപ്പുഴയിലുള്ള അദ്ദേഹം എന്തിനാണ് പോയത്? ജോബ് എന്തിനാണ് പോയത്? ജോബ് പോയെന്ന് വെച്ചാൽ അവിടെ ഇങ്ങനെ ഒരു പിന്തുണ കൊടുക്കുന്നതിനെ സംബന്ധിച്ചോ കോൺഗ്രസിനകത്തുള്ള സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടോ യാതൊരു ചർച്ചകളോടെ നടന്നില്ല. അതുകൊണ്ട് അദ്ദേഹം പോയത്. അപ്പൊ അതാണോ ചെയ്യേണ്ടിയിരുന്നത്? അവിടെ ഒരു ചർച്ച നടക്കുമ്പോൾ, അവിടെ ഒരു സംഭവം നടക്കുമ്പോൾ തീർച്ചയായിട്ടും അതത് പാർട്ടിക്കാരെയോ ജില്ലാ നേതൃത്വത്തെയോ അറിയിക്കേണ്ട ഒരു മര്യാദയുണ്ട്. അത് ഉണ്ടായിട്ടില്ല. ഒരു മാനവും മര്യാദയും ഇല്ലാത്ത നടപടികളാണ് ഇവിടെ കോൺഗ്രസ്സുകാർ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നാണ് പറഞ്ഞത്. അപ്പൊ ഇനിയിപ്പം ഇയാളെയും പോയി കണ്ടു, വെള്ളാപ്പള്ളിയെ പോയി കണ്ടു. അപ്പൊ വെള്ളാപ്പള്ളിയെ പോയി കണ്ടു കഴിയുമ്പോൾ സാമുദായിക പിന്തുണ, അയാള് ക്വാളിഫൈഡ് അല്ലെന്നേ, അയാൾ അയോഗ്യനായി പുറത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ വെള്ളാപ്പള്ളി നടേശൻ. കണിച്ചുകുളങ്ങരയിൽ അയാളുടെ വീട്ടിൽ പോയി കണ്ട് എന്ത് പ്രയോജനം? ഈ പറഞ്ഞ ഈ ഈഴവ സമുദായത്തിലെ 90% ആൾക്കാർക്കും ഇദ്ദേഹത്തെ അറിയില്ല. കഴിഞ്ഞ ദിവസം കൊല്ലത്ത് തന്നെ വലിയൊരു പ്രകടനം വരെ നടത്തി അദ്ദേഹം പുറത്തായതിന്റെ പുറത്ത്.
അപ്പം ഈ വെള്ളാപ്പള്ളി എന്ന് പറയുന്ന ഒരു നേതാവ് സമുദായത്തിന് തന്നെ ഗുണമല്ലാതിരിക്കുന്ന ഒരു സമയത്ത് കറക്റ്റ് സമയത്ത് തന്നെയാണ് പോയി കണ്ടത്. എന്നിട്ട് എനിക്ക് അധികാരക്കൊതി ഉണ്ടെന്ന് തറപ്പിച്ചു പറയാണ്, സ്റ്റാലിൻ മരിക്കുന്നവരെ അധികാരത്തിൽ ഇരുന്നില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് തർക്കിക്കുന്നത്. ഇതല്ല, ഒരു പ്രായപരിധി കഴിയുമ്പോൾ വഴിമാറി കൊടുക്കുകയും യുവതലമുറയ്ക്ക് വേണ്ടിയിട്ട് സീറ്റ് ഒഴിഞ്ഞു കൊടുക്കുകയും ചെയ്യേണ്ടത് ഏതൊരു മുതിർന്ന പാർട്ടി നേതാവിന്റെയും ഉത്തരവാദിത്തമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ അതില് ജി സുധാകരൻ എന്ന് പറയുന്ന ആള് പിന്നെ പിന്നോട്ട് പോയി, അതായത് പരാജയപ്പെട്ടു പോയി. അതിലിപ്പം അതിന് ഒത്താശ പിടിച്ചുകൊണ്ട് UDF-കാരുണ്ട്. ഇനിയിപ്പോ ഷുക്കൂർ ഒക്കെ എന്താ പറയുന്നതിന് നമുക്ക് വഴിയെ കണ്ടറിയാം. ഈ ജി സുധാകരന് പിന്തുണ പ്രഖ്യാപിച്ചതിന്റെ പുറത്ത് മിക്കവാറും ഷുക്കൂർ പല കാര്യങ്ങളും വെട്ടിത്തുറന്ന് പറയാനുള്ള സാധ്യതയുണ്ട്. ആലപ്പുഴയിലെ കോൺഗ്രസ് പാർട്ടിയിൽ ഒരു വലിയ ചലനം ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളതാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കേണ്ടത്.